വോട്ട് ചെയ്യാൻ പ്രവാസികൾ ഇക്കുറിയും നാട്ടിലേക്ക് വിമാനം കയറേണ്ടി വരും. NRIകൾക്ക് ജോലി ചെയ്യുന്ന രാജ്യത്ത് വോട്ട് ചെയ്യാൻ പ്രോക്സി വോട്ട്, ബാലറ്റ് നിർദ്ദേശങ്ങൾ പരിഗണിച്ചെങ്കിലും പ്രായോഗിക പ്രശ്നങ്ങളാൽ മുന്നോട്ടു പോയില്ല. സുപ്രീം കോടതിയിൽ വിശദമായി പഠിച്ചു നടപടിയെടുക്കുമെന്ന് അറിയിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും 2 വർഷമായി മൗനത്തിലാണ്. പ്രവാസി വോട്ടവകാശം മുമ്പ് ജനപ്രാതിനിധ്യ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ദീർഘകാലത്തെ ആവശ്യത്തിനു ശേഷം 2010 പ്രവാസികൾക്ക് നേരിട്ടെത്തി വോട്ട് ചെയ്യാമെന്ന ഭേദഗതി കൊണ്ടുവന്നത്. വോട്ടർ പട്ടികയിൽ പേരുണ്ടാകണം, മറ്റു രാജ്യങ്ങളിൽ പൗരത്വം പാടില്ല എന്നിവയാണ് നിബന്ധനകൾ. ജോലി ചെയ്യുന്ന രാജ്യത്തിലിരുന്ന് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രവാസികൾ വർഷങ്ങളായി നിയമയുദ്ധത്തിലായിരുന്നു. വോട്ടർക്കു പകരം വിശ്വസ്തനായ മറ്റൊരാൾ വോട്ട് ചെയ്യുന്നതാണ് പ്രോക്സി വോട്ട്. പ്രത്യേക പോർട്ടലിൽ ഓൺലൈനായി വോട്ട് ചെയ്യാവുന്ന പ്രക്രിയയാണ് ഇലക്ട്രോണിക് ബാലറ്റ്. 2022 ഇതിന് മാർഗരേഖയുണ്ടാക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും പ്രവാസി വോട്ടർമാരുടെ ബാഹുല്യം കേന്ദ്രത്തെ കുഴക്കി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 25 ലക്ഷത്തോളം മലയാളി വോട്ടർമാരാണ് പല രാജ്യങ്ങളിലായുള്ളത്. ഓൺലൈൻ വോട്ട് തട്ടിപ്പിനുള്ള സാധ്യത, അന്യദേശത്തുള്ളവരുടെ ഐഡന്റിറ്റി ഉറപ്പാക്കാനുള്ള ബുദ്ധിമുട്ട്, പ്രോക്സി വോട്ടിലെ തർക്കസാധ്യത എന്നിങ്ങനെ മറ്റു പ്രതിബന്ധങ്ങളും ഉണ്ടായി. ഇക്കാരണങ്ങളാണ് ബാലറ്റ് പ്രോക്സി തീരുമാനത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെരുന്നാൾ അവധി കിട്ടിയതോടെ ഗൾഫ് നാടുകളിൽ നിന്നുള്ള പ്രവാസികൾ എത്തിത്തുടങ്ങി. മുമ്പ് ചാർട്ടേഡ് വിമാനങ്ങളിൽ കൂട്ടമായാണ് എത്തിയിരുന്നത്. ഇത്തവണ നാട്ടിലേക്ക് മിതമായ ടിക്കറ്റ് നിരക്കാണെന്നത് ഗുണമായി. ലീവ് വോട്ട് ദിനം വരെ നീട്ടാമെന്നാണ് പലരുടെയും പ്രതീക്ഷ. ഇത് നിർണായക തെരഞ്ഞെടുപ്പാണ്. പ്രാധാന്യം ഗൾഫിലെ ലേബർ ക്യാമ്പുകളിലടക്കമെത്തി പ്രവർത്തകർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ നല്ലൊരു ഭാഗം പ്രവാസികളും വോട്ട് ചെയ്യാനെത്തും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതേസമയം നാട്ടിലെ ഇലക്ഷൻ തിരക്കുകൾക്കിടയിലും പ്രവാസി വോട്ട് തേടി സ്ഥാനാർത്ഥികൾ ഗൾഫിലേക്കും. വടകരയിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് UAEയിലെത്തിയത്. മറ്റു ചില സ്ഥാനാർത്ഥികൾ കൂടി ഈ ആഴ്ച തന്നെ ഗൾഫിലേക്ക് വിമാനം കയറും. പ്രവാസി വോട്ട് തേടിയെത്തിയ ഷാഫി പറമ്പിലിനെ കേൾക്കാൻ വൻ ജനക്കൂട്ടമാണ് എത്തിയത്. നാട്ടിലെ തെരഞ്ഞെടുപ്പ് വേദികളെ വെല്ലും വിധത്തിലായിരുന്നു വടകര പ്രദേശത്തു നിന്നും ഗൾഫിൽ ചേക്കേറിയ പ്രവാസികളുടെ ആവേശം. പരമാവധി പ്രവാസി വോട്ടർമാരെ വോട്ടിംഗ് ദിവസം നാട്ടിലെത്തിക്കുക, പ്രവാസി കുടുംബങ്ങളുടെ വോട്ടുകൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാനാർത്ഥികളുടെ ഗൾഫിലേക്കുള്ള തിരക്കിട്ട യാത്രകൾ. നാട്ടിലെ സ്കൂൾ അവധി കാരണം പ്രവാസി കുടുംബങ്ങളുടെ ഗൾഫിലേക്കുള്ള വരവാണിപ്പോൾ. ഉയർന്ന ടിക്കറ്റ് നിരക്ക് കാരണം വോട്ട് ചെയ്യാൻ നാട്ടിലേക്ക് വരാൻ പ്രവാസികൾ വിമുഖത കാണിക്കുമോ എന്ന ആശങ്കയും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്.